അല്ല ഗൈസ്, അങ്ങനെ നമ്മുടെ ഫസ്മിന സക്കീർ ഗർഭത്തിൻ്റെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അതായത് അവൻ ലല്ലുബി ഇൻ്റർവ്യൂസൊക്കെ തുരുത്തുരുന്ന് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ അവൻ പറഞ്ഞിരുന്നത് 2 ആഴ്ച കൊണ്ട് എങ്ങനെയാണ് ഗർഭിണിയാവണത്. 2 ആഴ്ച അല്ല, അവൻ പറഞ്ഞു 4 ദിവസം അവർ തമ്മിലുള്ള ഒരു ഫിസിക്കൽ ഇൻറ്റിമസി സെക്സ് ആണതിന് ശേഷം 4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഓൾ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് 2 ആഴ്ചയായിട്ട് മാറിയിട്ട് അതെങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല ഗൈസ്. എന്തായാലും ഓള് പെട്ടെന്ന് തന്നെ പ്രഗ്നൻ്റ് ആയി എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ്, അതെൻ്റെ കൊച്ചല്ല എന്നുള്ള രീതിയിലുള്ള ഇൻ്റർവ്യൂ ഒക്കെ വന്ന് ലല്ലുബിക്കൊപ്പം ലല്ലുബി മഹാനായ മനുഷ്യരാണ്, അല്ലെങ്കിൽ ലല്ലുബി അന്നും ഇന്നും ഇന്നും 916 ഒരേപോലെ ഒരു ഗ്രാഫിൽ പോയോണ്ടിരിക്കുന്ന ഒരു മനുഷ്യരാണ്. ഫസ്മിൻ അങ്ങനെയല്ല, ഫസ്മിനെ പക്ക ഫേക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഫസ്മിനെ തെറി വിളിച്ചുകൊണ്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഫസ്മിൻ എന്താ വെച്ചാൽ ഏറ്റവും അവസാനം ഫസ്മിനയുടെ ഒരു റിപ്ലൈ വീഡിയോ എന്ന രീതിയിൽ പാർട്ട് 2 കണ്ടിട്ട് ഇനി വീഡിയോസ് വരുമുണ്ട്. എന്തായാലും ഓള് അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേസ്. അപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആലോചിക്കുന്നത് 2 മണിക്കൂർ കൊണ്ട് ഞാനത് അപ്ലോഡ് ചെയ്തിട്ട് 1 മണിക്കൂറിന് ശേഷമാണ് ഞാൻ വീഡിയോ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അത് എത്ര 9,000 10,000 എന്തോ വ്യൂസാണ് ഉണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും 1 മണിക്കൂർ 9 മിനിറ്റിൻ്റെ 24 സെക്കൻഡിൻ്റെ ഒരു വീഡിയോ ഉണ്ടോ. ഞാൻ ആ വീഡിയോ കണ്ട് തീർന്നപ്പോഴേക്ക് 29,000 വ്യൂസിലേക്ക് ആ സാധനം എത്തിയിരുന്നു. ആ അവസ്ഥ ഒന്ന് ആലോചിച്ചു. ഏതായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ സമയത്ത് വെച്ചാൽ ഓളയിൽ പറയുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒന്നാമത്തെ കാര്യം, ഒരു കമപ്രാന്തനായ ചെങ്ങായിയാണ് ലല്ലുബി എന്നുള്ള സംഗതി. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഓന് ഈ ഫിസിക്കൽ സാധനം സഹിക്കാൻ പറ്റൂല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പിന്നെ പക്ക നാസിസ്റ്റിക് ആയിട്ടുള്ള, എന്നിട്ട് ഓള് അതിനെ സപ്പോർട്ട് ചെയ്തുള്ളതാണ് അല്ലേ. അയ്യോ ഒത്തുപടി ഫസ്റ്റില്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വേറൊരു കാര്യമുണ്ട്. ഞാൻ ഈ ആളുകളുടെ ഒരു അവസ്ഥ ആലോചിച്ചൊക്കെയായിരുന്നു. ഇവർ തുടക്കത്തിൽ ഫസ്മിനെ സപ്പോർട്ട് ചെയ്തു, പിന്നെ ലലുബിനെ സപ്പോർട്ട് ചെയ്തു, വീണ്ടും ഫസ്മിനെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ എന്താ ഈ ആളുകളുടെ ഒരു സംഭവം? ആളുകൾ ഇങ്ങനെയാണ്, ഒരു തരത്തിൽ പറഞ്ഞാൽ ആളുകൾ ഓന്തുകളെ പോലെയാണ്. ആളുകളുടെ സ്വഭാവം എപ്പോൾ വേണമെങ്കിൽ മാറിക്കൊണ്ടിരിക്കും. ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം ആളുകളുടെ റിയാക്ഷൻ എന്താണോ അങ്ങനെ ആവണമെന്നില്ല. അടുത്തൊരു വീഡിയോ വേറൊരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും സംഭവം നന്നായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഓൻ പറഞ്ഞത് മൊത്തം കള്ളമായിരുന്നു. ലല്ലുബി ഒരു പെണ്ണുപിടിയനായിരുന്നു. അവന് കുറേ പെണ്ണുങ്ങളായിട്ട് അവൻ റിലേഷൻസ് ഉണ്ടായിരുന്നു. അവന് മൂഡ് ഇടക്കിടക്ക് ഇങ്ങനെ കയറും. അപ്പോൾ ഇങ്ങനെ മൂഡ് ഇടക്കിടക്ക് കയറുന്ന സമയത്ത് അവർ ഓരോരുത്തരായിട്ടൊക്കെ ചാറ്റിക്ക് പരിപാടി സംഭവമൊക്കെ ആയിട്ട് കയറി വെക്കും. അപ്പോൾ ഇവന് കല്യാണം കഴിച്ച് ജീവിക്കണം എന്ന് ഒരു ആഗ്രഹവും ഇല്ലായിരുന്നു. ഫസ്മിനെ തന്നെ ഒരു ബാങ്ക് മാത്രമായിട്ടാണ്, ഒരു പെർമനൻറ്റ് ബാങ്ക് രീതിയിൽ മാത്രമാണ് അവൻ കരുതിയിരുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു സംഗതിയാണ്, ഒരു നറേഷനാണ് കേസ്, ഒരു നെറേറ്റീവാണ് ഈ ഇതിൽ വരുന്നത്. അപ്പോൾ എന്നിട്ട് ഷോർട്ട് ടേം സംഗതികൾ എന്നുള്ള രീതിയിൽ ഇവന് കുറേ റിലേഷൻസും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പെർമനൻ്റ് ആയിട്ട് ഒരാളോട് കമ്മിറ്റഡ് റിലേഷൻ പോലും നടക്കില്ല. ചില ആളുകൾ അങ്ങനെയാണ്. ഇപ്പോൾ മയേഴ്സ് ബ്രിഗ്സ് പകരം 16 തരത്തിലുള്ള ആളുകളാണ് ഈ ലോകത്തുള്ളതെന്നാണ് കേസ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇവന് സെക്ഷൽ ഓറിയൻറ്റേഷൻ അതിൽ ഇറ്റ് വാരീസ്. അതായത് ഓരോരുത്തരുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ലെവൽ വെച്ചിട്ട് ആളുകളുടെ ഓരോന്നിനോടുള്ള അവരൊരു താല്പര്യം, ഇൻട്രസ്റ്റ്, അഫിനിറ്റി കൂടിയും കുറഞ്ഞൊക്കെ വരും കേട്ടോ, പിന്നെ ഓരോ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച്. അപ്പോൾ ഞാൻ ഇവൻ്റെ മയേഴ്സ് ബ്രിഗ്സ് എന്തായിരിക്കും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കരുത്, ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്തായിരിക്കും അവസ്ഥ. എന്തായാലും എനിക്കൊന്ന് മനസ്സിലായ സാധനം, ഓൻ ഒരു സെൻസിങ് ടൈപ്പ് മനുഷ്യരാണ്, അല്ലെങ്കിൽ ഒരു സെൻസറി ആയിട്ടുള്ള എന്താ പറയുക പറയുക, കണ്ണ്, കാത്, മൂക്ക്, ചെവി എന്നൊക്കെ പറയില്ല, ഈ ഒരു 5 സെൻസസ് വെച്ചിട്ട് അവൻ ലൈഫിനെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നൊരു മനുഷ്യനാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേസ്. ഫീലിംഗ് ടൈപ്പ് മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയില്ല. ഓനെന്ത് ഫീലിങ്സ്, ഓന് ശരീരങ്ങൾ മാത്രമായിട്ടാണ് പെണ്ണുകളെ കരുതുന്നത്, അല്ലാണ്ട് അതിൽ മൈൻഡ് ഉണ്ടെന്നോ അതിൽ ഹാർട്ട് ഉണ്ടെന്നോ ഒന്നും അവന് വലിയ സംഭവമായിട്ട് തോന്നുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്ന കേസ്. പക്ഷേ ഇങ്ങനെയുള്ള ആണുങ്ങളെയാണ് പെണ്ണുങ്ങൾക്ക് താല്പര്യം, അതാണ് സംഭവം. അല്ലാണ്ട് ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കുന്ന, ഫീലിങ്സിന് പ്രാധാന്യം കൊടുക്കുന്ന, എമ്പതി നല്ല രീതിയിലുള്ള ആളുകളെ പെണ്ണുങ്ങൾക്ക് വേണ്ട. ഇതാണ് ഇതിൻ്റെ ഒരു സംഭവം. ഇതാണ് ഇതിൻ്റെ ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നിയുള്ള കേസ്. അപ്പോൾ ഇവൻ എന്തായാലും ഇഷ്ടംപോലെ പെടുകളുണ്ട് സംഭവം. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഇവരുടെ ഈ ചാറ്റുകൾ മൊത്തം ലീക്കായി പോയി. ഈ ചാറ്റുകൾ മൊത്തം ആരെ കൈ കിട്ടി, ഫസ്മിനെ കൈ കിട്ടി. അപ്പോൾ ഫസ്മിന് പറഞ്ഞുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഭയങ്കര സ്ട്രക്കിംഗ് ആയി തോന്നി. ഇത് കേട്ടോ കാണ്ടുമായിട്ട് ഒരു മൂവി എടുക്കാൻ പോവുകയാണ്, ഒരു മണിക്കൂറിൻ്റെ അല്ലെങ്കിൽ 1.5 മണിക്കൂറിന്, 1 മണിക്കൂറിന് പറഞ്ഞാൽ 1 മണിക്കൂറിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ സ്ലൈഡ് ഷോ പോലെ ആരും ഇങ്ങനെ കാണിക്കും, സ്ക്രീൻഷോട്ടുകൾ, ഇതുള്ളൊരു സംഗതി തോന്നുന്നു. എന്തായാലും ഇനി ലല്ലുബിയുടെ അടുത്ത ഇൻ്റർവ്യൂ വരുന്നുണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നത് ലല്ലുബി അല്ലെങ്കിൽ ഫസ്മിൻ ആരെങ്കിലുമൊക്കെ ബിഗ് ബോസിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഈ രണ്ടെണ്ണം ബിഗ് ബോസിൽ വന്നുള്ള ഒരു അവസ്ഥ ആലോചിക്കുക, അവിടെ പൊരിച്ച തല്ലായിരിക്കും അവിടെ അല്ലേ, അല്ലെങ്കിൽ അടിപൊളിയായിരിക്കും സംഭവം. എന്തായാലും ആൾക്ക് കാണാനും കേൾക്കാനൊക്കെ കുറേ സംഗതികൾ ബിഗ് ബോസിൽ ഉണ്ടായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൽ പറയുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫസ്മിനയുടെ ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലാണ് ഫസ്മിന ഉണ്ടായിരുന്നത്. ഫസ്മിനയ്ക്ക്
ലല്ലുവിയുടെ വീട്ടിൽ വന്ന സമയത്തും അവൻ ഭയങ്കര അടിപൊളി ഒരു മരുവോൾ എന്നുള്ള ലെവലിലാണ് ഉണ്ടായിരുന്നത്. ഇവന് ഈ അങ്ങനെ ഒരു ഫ്രീഡം ഒന്നും അവിടെ ഇല്ലായിരുന്നു. രാത്രി പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കറങ്ങാൻ പോകണമായിരുന്നു. അപ്പോൾ അതൊന്നും പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓളാണ് ബാക്ക് കൂടെ ചാടിപ്പോയിക്കോ അതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അത്രയും സപ്പോർട്ടീവായിട്ടുള്ളൊരു തക്കടുപടി വൈഫായിരുന്നു ആര് അവിടെ ഫസ്റ്റ് അത് പറയുന്നത്. ഫസ്റ്റ് ബോൾ എന്തായാലും ഫസ്റ്റ് ബോൾ ബുത്തുപടിയുടെ അതിൽ ഈ ഫസ്റ്റ് ബോൾ അതിൽ പറയുന്ന ഒരു സടുപാട് ബലപാടെന്ന് പറയുന്ന ഒരു ജഗമായിട്ട് ഇവിടെ അലന്തു ഞാൻ അന്തുവിൻ്റെ കാര്യം അന്നുവിൻ്റെ തുടക്കത്തിലെ അവൻ്റെ ബിഗ് ബോസിലൊക്കെ വീഡിയോസും അവൻ്റെ റിയാക്ഷൻ വീഡിയോസും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേസ്. പക്ഷേ ഇപ്പോൾ ഓവർ കോൺഫിഡൻസ് മൂത്രത്തിൽ എന്തൊക്കെ തോന്നിയാസ് കാണിക്കണ പോലെയാണ് എനിക്കും അവൻ്റെ വീഡിയോസ് കാണുമ്പോൾ തോന്നുന്നത് കേട്ടോ കേസ്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല അവൻ്റെ വീഡിയോസ് കാണുമ്പോൾ. അങ്ങനെ പ്രോഗ്രസീവായ രീതിയിൽ എന്ത് സാധനം സമൂഹത്തിന് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ടോട്ടൽ അല്ലെങ്കിൽ ഫണ്ണി ആയിട്ടുള്ള ഒരു സാധനം കൊടുക്കുന്ന ഒരു സാധനത്തിൽ നിന്ന് എന്തോ വ്യതിചലിച്ച് പോണ പോലെയൊക്കെ എനിക്ക് ചില സമയത്തൊക്കെ അവൻ്റെ വീഡിയോസ് കാണുമ്പോൾ തോന്നുന്നുണ്ട്. മുമ്പൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അവൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കണ്ടൻറ് ക്രിയേറ്റേഴ്സിൽ ഒരാൾ സീക്രട്ട് ഏജൻ്റാണ്. സീക്രട്ടിൻ്റെ വീഡിയോസ് കാണുമ്പോൾ രസമാണ്. അപ്പോൾ അവനെന്താ വെച്ചാൽ ഭയങ്കര ന്യൂട്രലായിട്ടുള്ള നേച്ചറലായിട്ടുള്ള ഒരു സാധനമുള്ള പോലെ തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇവനെന്താ വെച്ചാൽ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കാട്ടായിട്ട് കണ്ടൻറ്റായിട്ട് പോകാൻ 2-3 ചാനലുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം. എന്തിപ്പോൾ ഓനെതിരായിട്ട് വസ്മിനയുടെ വീഡിയോയിൽ എന്തായാലും ക്ലിയറായിട്ട് അടിപൊളിയായിട്ട് നല്ല വസ്മിന ഇങ്ങനെ പറയുന്നുണ്ട് പട്ടിക്കാട്ടും മലബാണെന്നുള്ള രീതിയിൽ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഇവിടെ ഫസ്മിനയുടെ ആ ബോൾഡ്നെസ്സിനെ അംഗീകരിച്ചേ പറ്റുക കേസ്. ഞാൻ ഇന്ന് മനസ്സിലാക്കിയുള്ളൊരു സംഭവം തന്നെ. അപ്പോൾ അവർ തമ്മിൽ കല്യാണം കഴിച്ച് ജീവിക്കുന്നതിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. രണ്ടും ഒട്ടും കോമ്പാറ്റബിൾ അല്ലാത്ത രീതിയിലുള്ള ആളുകൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിലുള്ള അവസ്ഥ എന്ന് വെച്ചാൽ ആളുകൾ വളരെ വോയൂറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് പുലർത്തുന്നത്. മറ്റുള്ളവൻ്റെ ലൈഫിൽ എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് എന്ത് സംഭവിച്ചാലും ആളുകൾക്കത് വിഷയമല്ല. ആളുകൾക്ക് നെഗറ്റീവായി എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് ഒരു സംഭവം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്മിനാൻ്റെ കാര്യത്തിലൂടെ എന്നെ സംബന്ധിച്ച് എനിക്ക് ആ വീഡിയോ എന്ന് മനസ്സിലായുള്ള കാര്യം വീണ്ടും പറയണു ആ വീഡിയോ എന്ന് എനിക്ക് മനസ്സിലായുള്ള കാര്യം എന്താ വെച്ചാൽ ഫസ്മിനെ കുറേ അഡ്ജസ്റ്റ് ചെയ്ത് ഇവ നന്നാവും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നന്നായില്ല. അതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. പിന്നെ ഇതിൻ്റെ ഒരു വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പേർക്കും അതായത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഇവർക്കൊരു ഓറ, അതായത് ഫാൻസൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് കൂട്ടാൻ വേണ്ടിയിട്ട് ഇവർക്കൊരു ഓറ വേണമായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവരെ പോർട്രേ ചെയ്ത് ചിത്രീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോയതെന്നുള്ള സംഭവം. പക്ഷേ ഒരു പ്രത്യേക ടൈമിൽ വരുന്ന സമയത്ത് അതായത് ഇവിടെ ഒരുപാട് തല്ലിൻ്റെ കൂട്ടൊക്കെ കൊണ്ടുവന്നുള്ളതൊക്കെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു പ്രത്യേക ടൈമിൽ എത്തിയപ്പോൾ അവൾക്ക് മനസ്സിലായത് സെറ്റായി പോകില്ല. അപ്പോൾ അവളുടെ വഴിക്ക് പോയി. ഇതാണ് സംഭവം. കറണ്ടും പോയി നന്നായി. അപ്പോൾ ഇവിടുത്തെ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫസ്മിന എനിക്ക് എന്താ പറയുക ഇപ്പോൾ ആ തൊപ്പിയുടെ ഫസ്മിനയിലെ ആ വീഡിയോയിലേക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയ വേറൊരു കാര്യം ഇതാണ് കേസ്. ഫസ്മിന തൊപ്പീനെ കുറിച്ച് പറയുന്നതാണ്. എൻ്റെ എക്സ് എന്ന് പറഞ്ഞിട്ട് തൊപ്പിയിട്ട് ഒരുത്തമായിട്ട് ആനന്ദൂര് മലവാണെന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് മറ്റേ എൻ്റെ എക്സ് അല്ല കേട്ടോ തൊപ്പിയല്ല കേട്ടോ. അതായത് എന്നിട്ട് പറയുന്നുണ്ട് ഡീസൻ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു മഞ്ചനായിരുന്നു കേട്ടോ. അതാണ് തൊപ്പിയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അവർ തമ്മിൽ സെപ്പറേറ്റഡ് ആയതിനു ശേഷമാണ് ഫസ്മിന ലല്ലൂബിയായിട്ട് കമ്പനി ആവുന്നത്. അങ്ങനെയാണല്ലോ അതിൻ്റെ സംഭവം. അപ്പോഴും അവളുടെ എക്സിനെ കുറ്റം പറയുന്നില്ല. അത് വളരെ പോസിറ്റീവായ പ്ലസ് പോയിൻ്റ് ആയ ഒരു സാധനമായിട്ട് എനിക്ക് അതാണ് ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ എന്തായാലും ഫസ്മിനയുടെ ഭാഗത്താണ് കേസ്. അപ്പോൾ ഞാൻ മുമ്പ് തുടക്കത്തിൽ വീഡിയോ ചെയ്ത സമയത്തും ഫസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്മിനെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യാനല്ല, ഇപ്പോഴും വേറെ കുറേ കാര്യങ്ങൾ ആളുകൾക്ക് അറിയാനും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ എല്ലാവരുടെ ലൈഫ് എപ്പോഴും പോസിറ്റീവായിട്ട് പോകണമെന്നൊന്നുമില്ല. എല്ലാവരുടെ ലൈഫിൽ അവരുടെ സ്ട്രഗിൾസും സംഗതികളൊക്കെ ഉണ്ടായിരിക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ലല്ലൂബീനെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കാര്യമായിട്ട് സ്ട്രെയിൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എഫേർട്ട് എടുത്തിട്ടുള്ള അല്ലെങ്കിൽ കമ്മിറ്റഡായ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ് ഫസ്മിനെ പോലുള്ള ഒരുത്തിനെ നഷ്ടപ്പെടുത്തിയത് ലല്ലൂബിയെ പോലുള്ള ഒരുത്തൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു നഷ്ടമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വേറൊരു കാര്യമുണ്ട്. ഇതിപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടും പണം സമ്പാദിക്കുകയിൽ നാണക്കെട്ടും പണം സമ്പാദിക്കുകയിൽ നാണക്കേട് ആ പണം മാറ്റിയിടുന്നുള്ള രീതിയിൽ സാധനമല്ല. അപ്പോൾ ഇവിടെ ലല്ലുവിക്ക് എനിക്ക് പ്രത്യേകിച്ച് തോന്നുന്നില്ലല്ലോ, അവന് തോന്നിക്കുന്നത് വലിയ സംഭവമായിട്ട് തോന്നുന്നൊക്കെ. അപ്പോൾ ഓനെങ്ങനെയെങ്കിലും ഇപ്പോൾ ഒരു ബിഗ് ബോസിൽ കയറി പറ്റി അല്ലെങ്കിൽ കൂടുതൽ ഇൻ്റർവ്യൂസ് കിട്ടി കൂടുതൽ വൈറലാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെപ്പോലുള്ള ആളുകളും സപ്പോർട്ട് ചെയ്യാനും ഇഷ്ടപ്പെടാനും ഫാൻസായിട്ട് പിന്നെ ഇടയ്ക്കിന് കുറേ അന്തകമ്മികൾ കുറേ പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവൻ അതായിരിക്കും വേണ്ടിവരും. ഇൻസ്റ്റാഗ്രാമിൽ നല്ല റീച്ച് കിട്ടുന്നുണ്ടായിരിക്കും. ഇപ്പോൾ അവനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അവൻ യൂട്യൂബ് ചാനൽ ഉണ്ടോ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ അവന്ന് തുടങ്ങി വിചാരിക്കുക, അല്ലെങ്കിൽ അവൻ്റെ ഉള്ള യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ ഒന്ന് പൊടുതട്ടി എടുത്തൊരു വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണാൻ അടിപൊളിയായിട്ട് ആൾക്കാരെ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ മല്ലു ഫാമിലി എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, സുജിൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഇവിടെ എന്താ വിചാരിച്ചിട്ട് ഇതിൻ്റെ ഒരു കാര്യം അല്ല, സുജിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ ലെവലിലേക്ക് പോവാണ്ട. തൽക്കാലം സുജിയെ കുറിച്ച് പറയണ്ട, ഞങ്ങളൊരു നാട്ടുകാരാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ
എന്തായാലും നന്നായിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയ നിങ്ങളൊരു കാര്യമല്ലേക്കുക ഇവിടെ നമ്മുടെ സമൂഹം ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളെക്കാൾ എത്രയോ മുകളിൽ റീച്ചുള്ളൊരു സംഗതിയാണ് ഈ ഫസ്റ്റ് പീരീഡിൽ അല്ലൂവിടെ ഈ ഒരു വിഷയം എന്ന് പറയുന്നത്. ഇപ്പോൾ രേണുസുതിയും ഫസ്മിനെയാണ് ഇപ്പോൾ കത്തി നിൽക്കുന്ന രണ്ടാളുകൾ. അപ്പോൾ എന്തായാലും ഫസ്മിനയുടെ പാർട്ട് 3 വീഡിയോ അധികം വൈകാണ്ട് വരുന്നുണ്ടായിരിക്കും. ഇതിൻ്റെ ഇടയിൽ അല്ലൂവിടെ അടുത്തൊരു ഇൻ്റർവ്യൂ കൂടി വരുമോ ഇല്ലേതാണ് നോക്കിക്കൊണ്ടിരിക്കണം. എന്തായാലും അറിയില്ല കേസ്, നോക്കിക്കൊണ്ടിരിക്കല്ല വരും തോന്നുന്നു കേസ്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, രസമുണ്ട്.